Okay. So export finance ആണ് നമ്മൾ എന്താണ് കാണാൻ പോകുന്നത്. Export finance, you know that when you're going into international trade, what will happen is that you will not be getting the finance on the spot. So export finance പറയുന്നത് എന്താണ്, credit facilities extended to the exporter at pre-shipment or post-shipment stages. Pre-shipment പറഞ്ഞാൽ ഷിപ്പ് വെസലോട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന പേയ്മെന്റ് ആണ്. അതേപോലെ പോസ്റ്റ് ഷിപ്മെന്റ് സ്റ്റേജ് പറഞ്ഞാൽ നമ്മൾ ഷിപ്പിലോട്ട് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ വരുന്ന സ്റ്റേജ് ആണ്. സോ എക്സ്പോർട്ട് ഫിനാൻസ് പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് എക്സ്പോർട്ടറിന് at the time of pre-shipment and at the time of post-shipment, which means you're providing out a loan to the exporter for financing the purchase, processing, manufacturing, package of goods meant for overseas market. So ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു that is sometimes what will happen is, yes students, ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. റെഡ്മിയിലാണോ സൗണ്ട് വരുന്നത്? ഓക്കെ. സോ എക്സ്പോർട്ട് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ടിലോട്ട് പോകുന്ന ടൈമിൽ നമ്മളെ കയ്യിൽ അപ്പൊ തന്നെ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. കാരണം എക്സ്പോർട്ട് കഴിഞ്ഞ് ഇമ്പോർട്ടർ പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിൽ ക്യാഷ് വരിക. അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ക്രെഡിറ്റ് ഫെസിലിറ്റി ആർക്ക് കൊടുക്കുക? എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുകയാണ്. ഷിപ്പിലോട്ട് പ്ലേസ് ചെയ്യുന്നതിന്റെ മുന്നേ ഷിപ്പിലോട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടും കൊടുക്കുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റീസിനെയാണ് നമ്മൾ എക്സ്പോർട്ട് ഫിനാൻസ് എന്ന് പറയുന്നത്. So credit is also extended after shipment of the goods to the date of realization of export proceeds. So sometimes you will be giving the credit before the goods are being placed onto the ship, and sometimes you will be giving the credit after the goods are being placed onto the ship. So now we'll see what are the institutional framework. Institutional framework la ആരൊക്കെയാണ് എക്സ്പോർട്ട് ഫിനാൻസ് കൊടുക്കുന്നത് ആണ് വരുന്നത്. എക്സ്പോർട്ട് ഫിനാൻസ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് RBI കൊടുക്കുന്നുണ്ട്, കമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കുന്നുണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്നുണ്ട്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ആൻഡ് ഗ്യാരണ്ടി കോർപ്പറേഷൻ നമുക്ക് എക്സ്പോർട്ട് ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. എക്സ്പോർട്ട് ഫിനാൻസ് നമുക്ക് കൊടുക്കുന്നത് ഷോർട്ട് ടേം ഫിനാൻസ് ആയിട്ടും ലോങ് ടേം ഫിനാൻസ് ആയിട്ടുമാണ് കൊടുക്കുന്നത്. So export finance means a credit facility that has been provided to the exporter. Export ചെയ്യുന്ന ആൾക്കാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത്, either at the time of pre-shipment or either at the time of post-shipment. So the credit facility is being provided by commercial banks, export-import bank, then RBI is providing the credit facility. It is either being provided in the form of short-term finance or it has been provided in the form of long-term finance. Okay. Mr. Export finance ഒന്നും കൂടെ പറയുമോ? എക്സ്പോർട്ട് ഫിനാൻസ് പറഞ്ഞാല് എക്സ്പോർട്ടർ അല്ലേ, എക്സ്പോർട്ടറിന് നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുക. കാരണം എക്സ്പോർട്ടറിന് എപ്പോഴാ ക്യാഷ് കിട്ടുക? When will an exporter get the cash? എപ്പോഴാണ് എക്സ്പോർട്ടറിന് ക്യാഷ് കിട്ടുക? ഇമ്പോർട്ടർ പേയ്മെന്റ് നടത്തുമ്പോൾ മാത്രമല്ലേ എക്സ്പോർട്ടറിന് ക്യാഷ് കിട്ടുക. ഇമ്പോർട്ടർ ക്യാഷ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ എക്സ്പോർട്ടറിന് പേയ്മെന്റ് കിട്ടുക. അതുവരെ എക്സ്പോർട്ടറിന്റെ കൈമിൽ ക്യാഷ് ഇല്ല. ആ ഒരു ടൈമിൽ ഒരു ഹെൽപ്പ് ആയിട്ട് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്, ക്യാഷ് കിട്ടുന്ന വരെ കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ് എക്സ്പോർട്ട് ഫിനാൻസ് പറഞ്ഞാല്. സോ എക്സ്പോർട്ട് ഫിനാൻസ് പറഞ്ഞാൽ ക്രെഡിറ്റ് ഫെസിലിറ്റി എക്സ്റ്റെൻഡഡ് ടു ദ എക്സ്പോർട്ടർ. എക്സ്പോർട്ടറിന് കൊടുക്കുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റി ഷിപ്മെന്റിന്റെ മുന്നേ, ദാറ്റ് ഇസ് ഷിപ്പിലോട്ട് പ്ലേസ് ചെയ്യുന്നതിന്റെ മുന്നേ റോ മെറ്റീരിയൽസ് വാങ്ങണം, അതിനെ പ്രൊഡ്യൂസ് ചെയ്യണം, അതിനെ മാനുഫാക്ചർ ചെയ്യണം, അതിനെ പ്രോസസ് ചെയ്യണം, അതിനെ പാക്കേജ് ചെയ്യണം. ആ ഒരു ടൈമിലോട്ട് നമ്മൾ കുറച്ച് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുകയാണെങ്കിൽ പ്രീ ഷിപ്മെന്റ് ക്രെഡിറ്റ് ഫെസിലിറ്റി പറയും. പോസ്റ്റ് ഷിപ്മെന്റ് ക്രെഡിറ്റ് ഫെസിലിറ്റി പറഞ്ഞാൽ നമ്മൾ ഷിപ്പിലോട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പിന് കുറെ എക്സ്പെൻസസ് കൊടുക്കണം, കുറെ ക്ലിയറിംഗ്, നമ്മൾ ഓരോ കൺട്രിയിലോട്ട് പോകുമ്പോൾ ക്ലിയറിംഗ് ചാർജസ് കൊടുക്കണം. ആ കൊടുക്കുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റിനെയാണ് പോസ്റ്റ് ഷിപ്മെന്റ് ക്രെഡിറ്റ് ഫെസിലിറ്റി പറയുന്നത്. അപ്പൊ എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പോർട്ട് ഫിനാൻസ് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഏത് എക്സ്പോർട്ട് ഫിനാൻസോ? എക്സ്പോർട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കും, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് കൊടുക്കും, അതേപോലെ എക്സ്പോർട്ട് ക്രെഡിറ്റ് ആൻഡ് ഗ്യാരണ്ടി കോർപ്പറേഷൻ കൊടുക്കും. എവറിത്തിങ് ഇസ് കമ്മിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI.
ഷോർട്ട് ടേം ഫിനാൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർ ലോങ് ടേം ഫിനാൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയി? ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ ഇസ് പ്രീ ഷിപ്മെന്റ് ഫിനാൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ്പോർട്ട് ഫിനാൻസ് പ്രീ ഷിപ്മെന്റും കൊടുക്കുന്നുണ്ട്, പോസ്റ്റ് ഷിപ്മെന്റും കൊടുക്കുന്നുണ്ട്. പ്രീ ഷിപ്മെന്റ് ഫിനാൻസിൽ എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് പറഞ്ഞാൽ ഷിപ്പിലോട്ട് പ്ലേസ് ചെയ്യുന്നതിന്റെ മുന്നേ കൊടുക്കുന്ന ഫിനാൻസിനെയാണ് നമ്മൾ പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് പറയാ. പ്രീ കേൾക്കുന്നില്ല, ക്ലിയർ ഇല്ല. ഒറ്റ മിനിറ്റ്. മിസ് തീരെ കേൾക്കുന്നില്ല, ക്ലിയർ ഇല്ല. നെറ്റ് വെരി ഓക്കെ. കട്ടായി പോകുന്നുണ്ട്. Now you are able to hear me? Yes, ma'am. Clear ആണോ? യെസ് മാം, കേൾക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? എല്ലാലോ അല്ലേ? എനിക്ക് ക്ലിയർ ആവുന്നില്ലേ നിങ്ങളെ വോയിസ്? ക്ലിയർ ആണോ? എന്താണ്? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ. സോ നമ്മൾ പോകുന്നത് ഇനി സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ് മാം. സോ ഇനി പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് നോക്കാം. ഓക്കെ, പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഷിപ്പിലോട് പ്ലേസ് ചെയ്യുന്നതിന്റെ മുന്നേ വരുന്ന എക്സ്പെൻസസ് നമ്മൾ എക്സ്പോർട്ടിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ട്, പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് കൊടുക്കുന്നുണ്ട്, കൺവേർട്ടിംഗ് ദം ഇൻടു ഫിനിഷ് പ്രോഡക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് കൊടുക്കുന്നുണ്ട്. സോ പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് മീൻസ് ഫിനാൻസ് ദാറ്റ് ഹസ് ബീൻ പ്രൊവൈഡഡ് ബൈ ആൻ എക്സ്പോർട്ടർ ബിഫോർ ദ ഗുഡ്സ് ആർ ബീൻ പ്ലേസ്ഡ് ഓൺ ടു ദ ഷിപ്പ്, and it includes expenses related with raw materials, include the expenses related with processing them and converting them into finished goods. Now we'll see what are now we'll see what all are coming under pre-shipment finance. Under that first one that is coming is packing credit. Packing credit പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇമ്പോർട്ടേഴ്സിന്റെ അടുത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ you have to ensure that the product is packed according to the requirements of the importer. So the basic purpose of packing credit is to enable the eligible exporter to procure, process, manufacture and store the goods meant for export. Which means export ചെയ്യേണ്ട ഗുഡ്സിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായി പാക്കേജ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യണം. അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റിനെയാണ് നമ്മൾ പാക്കിംഗ് ക്രെഡിറ്റ് കൊടുക്കുക. പാക്കിംഗ് സ്റ്റേജ് വരെ കൊടുക്കുന്ന ക്രെഡിറ്റിനെയാണ് പാക്കിംഗ് ക്രെഡിറ്റ്. റോ മെറ്റീരിയൽസ് വാങ്ങുക, റോ മെറ്റീരിയൽസ് നമ്മൾ അതിന് പ്രോസസ്സ് ചെയ്യുക, പ്രോസസ്സ് ചെയ്തിട്ട് ഗുഡ്സിന് പാക്ക് ചെയ്യുക, പാക്ക് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനെയാണ് നമ്മൾ പാക്കിംഗ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ എലിജിബിലിറ്റി പറയുന്നത് എല്ലാ എക്സ്പോർട്ടേഴ്സിനും, മെർച്ചന്റ് ബാങ്കേഴ്സിനും, സ്റ്റാർ എക്സ്പോർട്ട് ഹൗസസിനും, സ്റ്റാർ ട്രേഡിംഗ് എന്റർപ്രൈസസിനും ഒക്കെ എന്ത് കിട്ടാനുണ്ട്? ചാൻസ് ഉണ്ട്, പാക്കിംഗ് ക്രെഡിറ്റ് കിട്ടാനുണ്ട്. പ്രീ ഷിപ്മെന്റ് ഫിനാൻസും പാക്കിംഗ് ക്രെഡിറ്റും കിട്ടാനുണ്ട് റൈറ്റ് ഉണ്ട് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ പറയുന്നത് റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റി. ഒരു മിനിറ്റ്. ഓക്കെ, റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റി പറയുന്നത് വി ആർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദി ഇൻവോയ്സ്. ഇവിടെ പറയുന്നത് എന്താണ് പറഞ്ഞാല് ഇൻവോയ്സ് മാത്രം നോക്കിയിട്ട്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് മാത്രം നോക്കിയിട്ട് നമ്മൾ ലോൺ കൊടുക്കുന്നതിനെയാണ് നമ്മൾ റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ദ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ക്ലിയർ ആണല്ലോ അല്ലെ സ്റ്റുഡൻസ്? ക്ലിയർ ആണോ? Yes, ma'am. ബ്രേക്ക് ആവുന്നില്ലല്ലോ?
മിസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യൂ. ഓക്കെ, ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് വന്നു. റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റി ശരിക്കും ക്ലിയർ ആയില്ല. ഓക്കെ, റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റി പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താണ്, നമുക്കൊരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കിട്ടില്ലേ? ഞാൻ പറഞ്ഞു നമ്മൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞാൽ ഗ്യാരണ്ടി ഫ്രം ദ ബാങ്ക് ദാറ്റ് ഇഫ് യു ആർ നോട്ട് പേയിങ് ദ എമൗണ്ട് ദ ബാങ്ക് വിൽ പേ ദ മണി. അപ്പൊ റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റി പറഞ്ഞാൽ ആ റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റിയിൽ നമുക്ക് ആ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞ ഒരു പേപ്പർ ഇല്ലേ, അത് കണ്ടിട്ട് നമ്മൾ ലോൺ കൊടുക്കുന്നതിനെയാണ് നമ്മൾ റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത്. we are just seeing the validity of letter of credit, and if we understand that letter of credit is valid one, what you do is exporters ന് നമ്മൾ cash കൊടുക്കുകയാണെങ്കിൽ then it is known as running account facility. അതേപോലെ ക്ലിയർ ആയല്ലോ? Yes, ma'am. ഓക്കെ, നെക്സ്റ്റ് ഇസ് എമൗണ്ട്. എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്? ഇവിടെ പറയുന്നത് നെക്സ്റ്റ് എമൗണ്ടിന്റെ കാര്യമാണ്. ദ ലോൺ എമൗണ്ട് ഇസ് ഡിസൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ എക്സ്പോർട്ടേഴ്സ് ഓർഡർ ആൻഡ് ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ദ എക്സ്പോർട്ടർ ബൈ ദ ബാങ്ക്. നമുക്ക് എത്ര ലോൺ വേണമെങ്കിലും പ്രീ ഷിപ്മെന്റ് സ്റ്റേജിൽ കിട്ടുമൊന്നുമില്ല. നമ്മൾ എക്സ്പോർട്ടറിന്റെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് മാത്രമേ ഉള്ളൂ ലോൺ കൊടുക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ 4 lakhs കൊടുത്താൽ അയാൾക്ക് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഒരു 10 lakhs ഒന്നും കൊടുത്താൽ അയാൾക്ക് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ ഹൗ മച്ച് ഇസ് ദ റീപേയിങ് കപ്പാസിറ്റി ഓഫ് ദ എക്സ്പോർട്ടർ നോക്കിയതിനു ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ എമൗണ്ട് സാങ്ഷൻ ചെയ്യുക. നെക്സ്റ്റ് പറയുന്ന പീരീഡ് ആണ്. സാധാരണ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാറ് ഫോർ എ പീരീഡ് ഓഫ് 90 days-നാണ് ക്രെഡിറ്റ് കൊടുക്കാറ്. ചില കേസസിൽ അതൊരു മാക്സിമം 180 days വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെയും ചില കേസസിൽ ദാറ്റ് ഇസ് 270 days വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കേസസ് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മളെ റീസൺ അല്ലാത്തതിനെ കൊണ്ട് കുറച്ച് ഡിലേ വന്നു പോവുക. ഫോർ എക്സാമ്പിൾ വാർ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിവിൽ വാറോ അല്ലെങ്കിൽ ഫ്ലഡോ എന്തെങ്കിലും വന്ന കാരണം കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 270 days വരെ എക്സ്റ്റൻഷൻ ആർക്ക് കൊടുക്കുന്നുണ്ട്? ഇമ്പോർട്ടേഴ്സിന് എക്സ്പോർട്ടേഴ്സിന് പേ ചെയ്യാൻ ടൈം കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ സാധാരണ 90 days ആണ്. 90 days-ന്റെ ഉള്ളിൽ പേ ചെയ്തില്ല 180 days-ൽ പേ ചെയ്യണം. 180 days-ൽ പേ ചെയ്തില്ലെങ്കിൽ ചില ജെനുവിൻ ആയിട്ടുള്ള കേസസിൽ മാത്രം 270 days of extension has been provided. അയ്യോ, ധാരാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് ഇല്ലേ, നമ്മൾ ഫിനാൻസ് വാങ്ങുന്ന ടൈമിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഒബ്വിയസ്ലി നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് സാധാരണ ലോവർ ആയിട്ട് ആര് കൊടുക്കും? RBI കൊടുക്കും. RBI പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് ലോവർ ആയിട്ട് കൊടുക്കാനുള്ള കാരണം പറഞ്ഞാൽ നമ്മളെ കൺട്രീനെ എക്സ്പോർട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവര് പറയുന്ന പീരീഡിൽ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ അവർ പറയുന്ന ടൈമിന്റെ ഉള്ളിൽ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൺസെഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഗോ. ദാറ്റ് ഇസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ സ്റ്റുഡൻസ്? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ആരൊന്നും മ്യൂട്ട് ചെയ്യോ? കുറച്ച് ആൾക്കാർ ഇവിടെ വേറെ സംസാരിക്കുന്നുണ്ട്. Can you just mute it? ചെറിയ കുട്ടികളെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ അവിടെ. ധന്യ എവിടെ? ധന്യ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, അപ്പം വി ഹാവ് സീൻ പാക്കിംഗ് ക്രെഡിറ്റ് എത്രയാണ്. പാക്കിംഗ് ക്രെഡിറ്റ് നമ്മൾ എന്താ കൊടുക്കുന്നത് പറഞ്ഞാൽ ഇറ്റ് ഹസ് ബീൻ പ്രൊവൈഡഡ് ടിൽ ദ ടൈം ഓഫ് പാക്കിംഗ്. സ്റ്റോർ ചെയ്യുന്ന വരെ ക്രെഡിറ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പാക്കിംഗ് ക്രെഡിറ്റ് പറയാ. എലിജിബിലിറ്റി പറഞ്ഞാൽ എല്ലാ എക്സ്പോർട്ടേഴ്സിനും പാക്കിംഗ് ക്രെഡിറ്റ് കിട്ടാം. മെർച്ചന്റ് എക്സ്പോർട്ടേഴ്സിന് പാക്കിംഗ് ക്രെഡിറ്റ് കിട്ടാം. സ്റ്റാർ എക്സ്പോർട്ട് ഹൗസസിനൊക്കെ നമുക്ക് പാക്കിംഗ് ക്രെഡിറ്റ് കിട്ടാം. റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റി എന്ന് ഞാൻ എന്താ പറഞ്ഞത്? റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റി പറഞ്ഞിരിക്കുന്നത് RBI has permitted banks to grant packing credit advances even without lodgement of letter of credit or firm's order. That is, just by looking at the letter of credit, they will be giving out the loans. It is known as running account facility. എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എക്സ്പോർട്ടറിന്റെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് എത്ര എമൗണ്ട് ആണ് കിട്ടാൻ നോക്കുക. കുറെ വലിയ എമൗണ്ട് ഒന്നും നമുക്ക് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് കിട്ടാനുള്ള ചാൻസ് ഇല്ല.
നെക്സ്റ്റ് പീരീഡിൽ പറയുന്ന 90 days ആണ്. 90 days അല്ലെങ്കിൽ 180 days. 180 days അല്ല, ജെനുവിൻ കേസസ് മാത്രമാണെങ്കിൽ 270 days വരെ എക്സ്റ്റൻഷൻ കൊടുക്കുന്നുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ സാധാരണ RBI കുറച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളു ചാർജ് ചെയ്യുക. അതൊരു പീരീഡിലോട്ട്, ദാറ്റ് 6 months ഉള്ളിൽ നിങ്ങൾ പേ ചെയ്ത് തിരിച്ച് റീപേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കുറവ് ഇൻട്രസ്റ്റ് ഉള്ളു പേ ചെയ്യേണ്ടി വരിക. പക്ഷേ 6 months ഉള്ളിൽ നിങ്ങൾ എക്സ്പോർട്ട് റീപേ ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് RBI എന്തിനാ കൊണ്ടുവന്നത് പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അഡ്വാൻസ് അഗെയിൻസ്റ്റ് ഇൻസെന്റീവ്സ് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെ കൺട്രിയിൽ നിന്ന് നമുക്ക് ഇൻസെന്റീവ്സ് കിട്ടും അല്ലെ. നമുക്ക് ഇൻസെന്റീവ്സ് ഗവൺമെന്റ് എപ്പോഴും എക്സ്പോർട്ട് എൻകറേജ് ചെയ്യാണ് ചെയ്യുന്നത്. ദേ ആർ ഡിസ്കറേജിങ് ഇമ്പോർട്ട്സ് ടു എൻ എക്സ്റ്റെന്റ്, ബട്ട് ദേ ആർ എൻകറേജിങ് എക്സ്പോർട്സ് ടു ദ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. അപ്പൊ എക്സ്പോർട്സ് എൻകറേജ് ചെയ്യുന്ന ടൈമിൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ഇൻസെന്റീവ്സ് വിൽ ബി പ്രൊവൈഡഡ് ടു ദ എക്സ്പോർട്ടേഴ്സ്. അപ്പം ഈ ഇൻസെന്റീവ്സ് പറഞ്ഞാൽ ഇൻസെന്റീവ്സ് ക്യാഷിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആ ഇൻസെന്റീവ്സ് കിട്ടുന്നതിന്റെ മുന്നേ ഇൻസെന്റീവ്സിന്റെ ഡോക്യുമെന്റ് വെച്ചിട്ട് നമ്മൾ ക്രെഡിറ്റ് എടുക്കുന്നതിനെയാണ് അഡ്വാൻസസ് അഗെയിൻസ്റ്റ് ഇൻസെന്റീവ്സ് പറയാം. നമുക്കറിയാം ആഫ്റ്റർ 6 months യു വിൽ ബി ഗെറ്റിംഗ് എൻ ഇൻസെന്റീവ് ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ₹1 lakh. ആ ഇൻസെന്റീവ് കിട്ടുമെന്റെ ഡോക്യുമെന്റ് വെച്ചിട്ട് നമ്മൾ ആദ്യം ദാറ്റ് 6 months മുന്നേ ഇന്നേ നമ്മൾ ക്യാഷ് ലോൺ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് അഡ്വാൻസസ് അഗെയിൻസ്റ്റ് ഇൻസെന്റീവ്സ്. നെക്സ്റ്റ് ഇസ് പ്രീ ഷിപ്മെന്റ് ക്രെഡിറ്റ് ഇൻ ഫോറിൻ കറൻസി പറഞ്ഞാല് it is said that the credit is available to cover both domestic or imported inputs of goods exported from India. This facility is available in any of the convertible currencies. അപ്പൊ നമ്മൾ പറയുന്നത് പ്രീ ഷിപ്മെന്റ് ക്രെഡിറ്റ് ഇൻ ഫോറിൻ കറൻസി. ഞാൻ പറഞ്ഞു നേരത്തെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു എക്സ്പോർട്ടറിന് ചിലപ്പോൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ വേറെ കൺട്രിയിൽ നിന്ന് നമുക്കിപ്പം ഒരു ഫിനിഷ് പ്രോഡക്ട്സ് ആയിരിക്കും ഇപ്പൊ ഇന്ത്യക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് USA കൊടുക്കേണ്ടി വരിക. പക്ഷെ USA ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ആ റോ മെറ്റീരിയൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടേണ്ടി വരും? ചിലപ്പോൾ ചൈനയിൽ നിന്ന് വാങ്ങേണ്ടി വരും. അങ്ങനത്തെ കേസസിൽ നമുക്ക് എന്താ ഫോറിൻ കറൻസീസിന്റെ ആവശ്യം വരും. അപ്പൊ ക്രെഡിറ്റ് നമ്മൾ ഫോറിൻ കറൻസീസിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഷിപ്മെന്റിന്റെ മുന്നേ ക്രെഡിറ്റ് ഫോറിൻ കറൻസീസിൽ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് പ്രീ ഷിപ്മെന്റ് ക്രെഡിറ്റ് ഇൻ ഫോറിൻ കറൻസി. ക്ലിയർ ആയോ? അണ്ടർസ്റ്റുഡ്? ഒന്നുകൊണ്ട് പറയാം മാം. ഏതാണ് പറയേണ്ടത്? ലാസ്റ്റ് വണ്ണാ? ഓക്കെ, പ്രീ ഷിപ്മെന്റ് ക്രെഡിറ്റ് ഇൻ ഫോറിൻ കറൻസി പറഞ്ഞാല് ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ ഇമ്പോർട്ടറും എക്സ്പോർട്ടറും ഉണ്ടാവും. എക്സ്പോർട്ടർ എന്താണ്? ഫിനിഷ് പ്രോഡക്റ്റ് അല്ലേ ഇമ്പോർട്ടറിന് കൊടുക്കേണ്ടി വരിക. അങ്ങനത്തെ കേസസിൽ ഇവിടെ ഞാനൊന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു എക്സ്പോർട്ടർ. നൗ യു ആർ ഏബിൾ ടു സീ ദ സ്ക്രീൻ? ഞാൻ എഴുതുന്നതേ കാണുന്നത് നിങ്ങള്? അപ്പൊ ഞാൻ ഈ ഒരു കേസ് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു എക്സ്പോർട്ടറും ഉണ്ട്, ഇവിടെ നമുക്കൊരു ഇമ്പോർട്ടറും ഉണ്ട്. അപ്പൊ എക്സ്പോർട്ടർ ഇതിപ്പോ നമുക്ക് ഇന്ത്യ പറഞ്ഞ കൺട്രി, ഐ എം സോറി ഫോർ ദ ഹാൻഡ് റൈറ്റിംഗ്, വേറെ വിധത്തിലും ചെയ്യാൻ പറ്റില്ല. USA ആണ്, നമ്മൾ USA നമുക്ക് ചെയ്യേണ്ടത്, എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് പറഞ്ഞാൽ ഈ എക്സ്പോർട്ടറിന് നമുക്ക് എന്ത് കിട്ടണം? വി ഹാവ് ടു മാനുഫാക്ചർ ദ ഗുഡ്സ്. അപ്പം ഈ മാനുഫാക്ചർഡ് ആയിട്ടുള്ള ഫിനിഷ് പ്രോഡക്റ്റ് ഹാവ് ടു ബി സോൾഡ് ടു USA. പക്ഷെ ഫിനിഷ് പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് റോ മെറ്റീരിയൽസ് വേണ്ടേ? ആ റോ മെറ്റീരിയൽസ് ചിലപ്പോൾ ഇന്ത്യ പറഞ്ഞ കൺട്രിയിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ടേക്ക് ദ റോ മെറ്റീരിയൽസ് ഫ്രം, ഫോർ എക്സാമ്പിൾ ചൈന പറയാം. ചൈനയിൽ നിന്ന് റോ മെറ്റീരിയൽസ് എടുക്കുക. ആ ചൈനയിൽ നിന്ന് റോ മെറ്റീരിയൽസ് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താ ആവശ്യം വന്ന്? ഫോറിൻ കറൻസിന്റെ ആവശ്യം വന്നില്ലേ? റൈറ്റ്? ആ ഫോറിൻ കറൻസിന്റെ ആവശ്യം വരുന്ന ടൈമിൽ അത് നമ്മളെ ക്രെഡിറ്റ് ഫോറിൻ കറൻസീസിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യം വരുന്നത്. അങ്ങനെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ ഷിപ്മെന്റ് ക്രെഡിറ്റ് ഇൻ ഫോറിൻ കറൻസി. നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് വരും, എന്തിനാണ് ഫോറിൻ കറൻസിയിൽ നമുക്ക് എക്സ്പോർട്ടേഴ്സിന് ക്രെഡിറ്റ് കിട്ടേണ്ട ആവശ്യം? ഇതാണ് കാരണം. ദാറ്റ് ഇസ് ചൈനയിൽ നിന്നാണ് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? ക്രെഡിറ്റ് എങ്ങനെ വേണം?
നമ്മൾ ഇന്ത്യൻ കറൻസിയിൽ റുപ്പീസിൽ പോരാ, നമുക്ക് എന്താണ് ആ ഫോറിൻ കൺട്രീന്റെ കറൻസിയിൽ നമുക്ക് പൈസ കിട്ടണം. അങ്ങനത്തെ കേസസിനെയാണ് നമ്മൾ പ്രീ ഷിപ്മെന്റ് ക്രെഡിറ്റ് ഇൻ ഫോറിൻ കറൻസി പറയുന്നത്. ക്ലിയർ? ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ ഏതാ കാണുന്നത്? അഡ്വാൻസ് Okay, against incentives പറഞ്ഞിട്ടല്ലേ. Okay, so all these are the pre-shipment finance. അപ്പൊ ഇതൊക്കെ വരുന്ന എക്സ്പോർട്ട് ഫിനാൻസിന്റെ അണ്ടറിലാണ്. എക്സ്പോർട്ട് ഫിനാൻസ് നമുക്ക് പ്രീ ഷിപ്മെന്റിലും കിട്ടും. we'll get export finance in post shipment also. അപ്പൊ പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് പറഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങാൻ കൊടുക്കുന്ന ഫിനാൻസ്, പ്രോസസ് ചെയ്യാൻ കൊടുക്കുന്ന ഫിനാൻസ്, കൺവേർട്ടിംഗ് ദം ഇൻടു ഫിനിഷ് പ്രോഡക്റ്റ് ആക്കുന്ന ഒരു സ്റ്റേജിനെയാണ് പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് പറയാ. അതിൻ്റെ അകത്ത് നമുക്ക് പാക്കിംഗ് ക്രെഡിറ്റ് കിട്ടും. പാക്കിംഗ് ക്രെഡിറ്റ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പാക്ക് ചെയ്തിട്ട് വരുന്ന വരെ, സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് വരെ കിട്ടുന്ന ക്രെഡിറ്റിനെയാണ് നമ്മൾ പാക്കിംഗ് ക്രെഡിറ്റ് പറയുന്നത്. പിന്നെ എലിജിബിലിറ്റി എല്ലാവർക്കും എലിജിബിൾ ആണ് പറഞ്ഞു. ഞാൻ റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റീനെ പറ്റി പറഞ്ഞു, എമൗണ്ട് എത്രയാണ് പറഞ്ഞു, പീരീഡും പറഞ്ഞു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സാധാരണ കുറവാണ് കൊടുക്കുക, പക്ഷെ അവർ ആ ഒരു പീരീഡിന്റെ ഉള്ളിൽ പേ ചെയ്തിട്ടില്ലെങ്കിൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാവ് ടു ബി പെയ്ഡ്. then advances against incentives പറഞ്ഞു. ഇൻസെന്റീവ്സ് കിട്ടുകൊണ്ട് ഉറപ്പിന്റെ ബേസിസിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നതിനെയാണ് അഡ്വാൻസസ് അഗെയിൻസ്റ്റ് ഇൻസെന്റീവ്സ് പറയാ. പ്രീ ഷിപ്മെന്റ് ക്രെഡിറ്റ് പറഞ്ഞാൽ കറൻസി, ഫോറിൻ കറൻസിയിൽ ക്രെഡിറ്റ് കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രീ ഷിപ്മെന്റ് ക്രെഡിറ്റ് ഇൻ ഫോറിൻ കറൻസി പറയാം. Now that is coming in, next topic എന്താ നമുക്ക് വരുന്നത് പറഞ്ഞാൽ it is post shipment finance. സ്റ്റുഡൻസ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് എന്താണ് നോക്കാൻ പോകുന്നത്. അപ്പൊ പ്രീ ഷിപ്മെന്റ് എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്ന. പോസ്റ്റ് ഷിപ്മെന്റ് പറഞ്ഞാൽ ഷിപ്പിലോട്ട് പ്ലേസ് ചെയ്ത് ഷിപ്പ് ട്രാൻസിറ്റിൽ വരുന്ന എക്സ്പെൻസസിനെയാണ് പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസിൽ you know the time will be taken for reaching the goods for to the importer. ഇമ്പോർട്ടറിന്റെ അടുത്ത് ഗുഡ്സ് കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ക്യാഷ് കിട്ടുക. ആ ഒരു ടൈമിൽ നമുക്ക് കുറെ എക്സ്പെൻസസ് ഇൻകർ ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പെൻസസിനെയാണ് പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. അണ്ടർ ദാറ്റ് ഫസ്റ്റ് വൺ ഇസ് നെഗോസിയേഷൻ ഓഫ് എക്സ്പോർട്ട് ഡോക്യുമെന്റ് അണ്ടർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. നെഗോസിയേഷൻ ഓഫ് എക്സ്പോർട്ട് ഡോക്യുമെന്റ് അണ്ടർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞാല് ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാല് ഇമ്പോർട്ടേഴ്സിന്റെ ബാങ്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലോൺ അവൈൽ ചെയ്യുകയാണെങ്കിൽ നെഗോസിയേഷൻ ഓഫ് എക്സ്പോർട്ട് ഡോക്യുമെന്റ് അണ്ടർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആ പറയുന്നത്. ഞാൻ പറഞ്ഞു എക്സ്പോർട്ടേഴ്സിന് ക്യാഷ് കിട്ടുക ഓൺലി ആഫ്റ്റർ ദ ഗുഡ്സ് റീച്ച് ദ ഇമ്പോർട്ടേഴ്സ് ആൻഡ് ദേ മേക്ക് ദ പേയ്മെന്റ്. പക്ഷെ എക്സ്പോർട്ടേഴ്സ് ഷിപ്മെന്റിന്റെ സ്റ്റേജിലും ദാറ്റ് ഇസ് ഗുഡ്സ് ഷിപ്പ് ചെയ്യുന്ന സ്റ്റേജിലും അവർക്ക് കുറെ എക്സ്പെൻസസ് ഇൻകർ ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ കേസസിൽ അവർ ലോൺ എടുക്കുക എന്ത് കാണിച്ചിട്ടാണ്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കാണിച്ചിട്ടാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞ ഒരു പ്രൂഫ് അല്ലേ, ഫ്യൂച്ചറിൽ പേയ്മെന്റ് കിട്ടുന്ന ഒരു പ്രൂഫാണ്. അപ്പൊ ബാങ്ക്സ് ആഫ്റ്റർ സീയിങ് ദ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, if they find that this letter of credit is a valid one, some amount of credit will be given or loan will be given to the exporters. That is negotiation of export document using letter of credit. We are availing the loan by using letter of credit. Use ചെയ്തിട്ടാണ് ലോൺ അവൈൽ ചെയ്യുന്നത്. Okay, the next one is purchase bar discount of foreign bills. ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാല് നമ്മൾ വേറൊരു കൺട്രീസുമായിട്ട് നമ്മൾ ട്രേഡ് നടത്തുന്ന ടൈമിൽ വി നോ ദാറ്റ് ദ ഡോക്യുമെന്റ്സ് ആർ റിക്വയർഡ്. കുറെ ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമാണ്. ആ ഡോക്യുമെന്റ്സ് കാണിച്ചിട്ട് നമ്മൾ ലോൺ അവൈൽ ചെയ്യുകയാണെങ്കിൽ then it is known as discount of foreign bills or purchase or discount of foreign bills, which means there are so many documents that is required when you are exporting out goods from one country to another. By using those documents you are making out you are taking out a loan, then it is known as purchase discount of foreign bills. Okay, next is export under deferred payment. Export under deferred payment പറഞ്ഞാൽ എന്താണ്? ഒരു മിനിറ്റ്, സോറി. Okay, so foreign bills sent on collection. ഇത് പറഞ്ഞില്ല. നെഗോസിയേഷൻ ഓഫ് എക്സ്പോർട്ട് അണ്ടർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞു, പർച്ചേസ് ഡിസ്കൗണ്ട് ഓഫ് ഫോറിൻ ബിൽസ് ചെയ്യാൻ പറഞ്ഞു, അഡ്വാൻസസ് അഗെയിൻസ്റ്റ് ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ.
ദാറ്റ് ഇസ് നമ്മൾ ആ ബിൽസ് കാണിച്ചിട്ട് അഡ്വാൻസസ് നമ്മൾ വാങ്ങുക, ലോൺ വാങ്ങുക ബൈ ഷോയിങ് ദ ബിൽസ് ദാറ്റ് ഇസ് ബീങ് സെൻഡ് ഫോർ കളക്ഷൻ. That is known as advance against bills sent for collection. Advances against goods sent on consignment പറഞ്ഞാൽ നമ്മൾ ആ ഗുഡ്സ്, ആ കൺസൈൻമെന്റ് ഗുഡ്സിന് നമുക്ക് എന്തായാലും ക്യാഷ് എക്സ്പോർട്ടറിന് കിട്ടും. ആ പ്രൂഫ് കാണിച്ചിട്ട് നമ്മൾ ലോൺ വാങ്ങുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ as advances against goods sent on consignment. അഡ്വാൻസസ് എഗെയിൻസ്റ്റ് എക്സ്പോർട്ട് ഇൻസെന്റീവ്സ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളെ കൺട്രി എക്സ്പോർട്ട് എൻകറേജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻസെന്റീവ്സ് കിട്ടും ക്യാഷ് ആയിട്ട്. ആ പ്രൂഫ് കാണിച്ചിട്ട് നമ്മൾ ലോൺ വാങ്ങുകയാണ് പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസിലെങ്കിൽ ഇറ്റ് ഇസ് നോൺ as അഡ്വാൻസസ് എഗെയിൻസ്റ്റ് എക്സ്പോർട്ട് ഇൻസെന്റീവ്സ്. അഡ്വാൻസ് എഗെയിൻസ്റ്റ് അൺഡ്രോൺ ബാലൻസസ് പറഞ്ഞാൽ, അൺഡ്രോൺ ബാലൻസ് പറഞ്ഞാൽ നമ്മളിപ്പം എക്സ്പോർട്ടർ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് തരേണ്ട ആവശ്യമില്ല, എനിക്ക് 90 days കഴിഞ്ഞിട്ടോ 60 days കഴിഞ്ഞിട്ടോ ക്യാഷ് മതി പറയുകയാണെങ്കിൽ അത്രയും കാലം എക്സ്പോർട്ടറിന് ക്യാഷ് കിട്ടുന്നില്ല. അപ്പം അങ്ങനത്തെ കേസസിൽ എക്സ്പോർട്ടർ വാങ്ങുന്ന ഒരു ക്രെഡിറ്റിനെയാണ് അഡ്വാൻസസ് അൺഡ്രോൺ ബാലൻസസ്. അൺഡ്രോൺ ബാലൻസസ് പറഞ്ഞാൽ for sure there are balances that need to be given to the exporter. So by using that particular proof, what is doing is he is withdrawing the money or rather taking the loan from another person. Next is advances against retention money banale, money that has been retained. That is ഇവിടെ നമ്മൾ പറയുന്ന റിട്ടൻഷൻ മണി പറഞ്ഞാൽ money that the bank is given before the shipment for a period of 1 year. ഇപ്പം നമ്മൾ അഡ്വാൻസസ് കൊടുക്കുകയാണ്, ഒരു ഇയറിലോട്ടാണ്, ഒരു ഇയർ കഴിഞ്ഞിട്ട് പേയ്മെന്റ് മതി പറയാണ്. അങ്ങനത്തെ കേസസിലാണ് റിട്ടൻഷൻ മണി, റീറ്റെയിൻഡ് ആയിട്ടുള്ള മണിന്റെ പ്രൂഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലോൺ പർച്ചേസ് ചെയ്യുക. Next one is port shipment, export credit guarantee and export finance guarantee. ഇവിടെ പറയുന്നത് എക്സ്പോർട്ട് ബില്ല്, എക്സ്പോർട്ട് ഗ്യാരണ്ടി, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി ആൻഡ് എക്സ്പോർട്ട് ഫിനാൻസ് ഗ്യാരണ്ടി പറഞ്ഞാൽ എക്സ്പോർട്ട് ബില്ല് യൂസ് ചെയ്തിട്ട് അതിന്റെ ഗ്യാരണ്ടീന്റെ ബേസിസിൽ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് പോർട്ട് ഷിപ്മെന്റ്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി. പോസ്റ്റ് ഷിപ്മെന്റ് ക്രെഡിറ്റ് ഇൻ ഫോറിൻ കറൻസി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളെ എക്സ്പോർട്ടേഴ്സ് ചിലപ്പം ചൈനയിൽ നിന്ന് റോ മെറ്റീരിയൽസ് വാങ്ങേണ്ടി വരും. അങ്ങനത്തെ കേസസിൽ നമുക്ക് ഫോറിൻ കറൻസിന്റെ ആവശ്യം വരും. അങ്ങനത്തെ കറൻസി, അങ്ങനത്തെ ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് പോസ്റ്റ് ഷിപ്മെന്റ് ക്രെഡിറ്റ് ഇൻ ഫോറിൻ കറൻസി. ക്ലിയർ ആയോ? സ്റ്റുഡൻസ് ആരുല്ലേ? മിസ് ഒന്നും കൂടെ പറയോ, ഒരു ചെറിയൊരു ഡൗട്ട്. ഏതാണ് നമ്മളെ ഡൗട്ട്? പോസ്റ്റ് ഷിപ്മെന്റ് പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഷിപ്പിലോട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറെ ഫിനാൻസിന്റെ ആവശ്യം വരും ഇല്ലേ? അതിനെയാണ് നമ്മൾ പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് പറയാ. ആ ഷിപ്പിലോട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസിന്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാല് എക്സ്പോർട്ടർ ഒന്നെങ്കിൽ നെഗോസിയേഷൻ ഓഫ് എക്സ്പോർട്ട് ഡോക്യുമെന്റ് വെച്ചിട്ട് അവർ ലോൺ എടുക്കും, അല്ലെങ്കിൽ അവര് ഡോക്യുമെന്റ് ഓഫ് ഫോറിൻ ബിൽസ് നമ്മളെ കൈമേൽ ഉണ്ടാവും. നമുക്ക് പൈസ കിട്ടാനുണ്ടോണ്ട് നമ്മളെ കൈമേൽ കുറെ ബിൽസ് നമ്മളെ കൈമേൽ ഉണ്ടാവും, കുറെ ഡോക്യുമെന്റ്സും നമ്മളെ എക്സ്പോർട്ടറിന്റെ കൈമേൽ ഉണ്ടാവും. ആ ബിൽസും ആ ഡോക്യുമെന്റ്സും ആ കൺസൈൻമെന്റും ആ ഇൻസെന്റീവ്സ് കിട്ടുമുണ്ട ബില്ലൊക്കെ വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കുന്നതിനെയാണ് പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് പറയുന്നത്. ഇത് ഷിപ്പിലോട്ട് കയറ്റി കഴിഞ്ഞ് വരുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ എടുക്കുന്ന ലോൺസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് വണ്ണിൽ ഡൗട്ട് ഈ പോസ്റ്റ് ഷിപ്മെന്റ് ക്രെഡിറ്റ് ആൻഡ് ഫോറിൻ കറൻസി പറഞ്ഞാൽ നമ്മൾ വേറൊരു കൺട്രിയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ലിയറിംഗ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ആ കറൻസിയിലായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക, ആ കൺട്രിയുടെ. അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഇവരെ കൈമെന്ന് ദാറ്റ് ഇസ് ഫോറിൻ കറൻസി പോസ്റ്റ് ഷിപ്മെന്റ് ക്രെഡിറ്റിന്റെ ഡോക്യുമെന്റ് കാണിച്ചിട്ട് നമ്മൾ ഫോറിൻ കറൻസി, ഇന്ത്യൻ കറൻസിയിലല്ല ലോൺ എടുക്കുന്നത്, ഫോറിൻ കറൻസിയിലാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. That is known as post shipment finance. Okay. Okay. അപ്പൊ ഇത് രണ്ടും ഞാൻ പറഞ്ഞു, നെഗോസിയേഷൻ ഓഫ് എക്സ്പോർട്ട്, പർച്ചേസ് ഓഫ് ഡിസ്കൗണ്ട് ഫോറിൻ ബിൽസ് യൂസ് ചെയ്തിട്ട്. ഇനി എക്സ്പോർട്ട് അണ്ടർ ഡിഫേർഡ് പേയ്മെന്റ്സ് പറഞ്ഞാൽ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എക്സ്പോർട്ട് അണ്ടർ ഡിഫേർഡ് പേയ്മെന്റ് പറഞ്ഞാല് ഡിഫേർഡ് പേയ്മെന്റിന്റെ മീനിങ് എന്താണ്? എന്താണ്? ബ്രേക്ക് തരാലോ? ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ്, എനിക്ക് നല്ല സ്ട്രെയിൻ ഉണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിൽ കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ 10 minutes കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഓക്കെ, ടേക്ക് ദ ബ്രേക്ക്.